2024 ഈജിപ്തിൽ MBBS പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് അവരുടെ വാർഷിക ട്യൂഷൻ ഫീസ് $8000 ആണെങ്കിൽ നമുക്ക് അവരുടെ ഫീസ് എത്ര ടോട്ടൽ വരുന്നുള്ളത്, ഏകദേശം എത്ര കോസ്റ്റ് വരുന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അവരുടെ ഫീസ് ഒരു വർഷത്തിന് $8000 ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 7 വർഷത്തിന് ഇന്ത്യൻ റുപ്പീസ് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 46 ലക്ഷം രൂപയോളം. അതുപോലെ ഒരു മാസത്തിന് $150 ആണ് അവർ ചെലവിന് കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 7 വർഷത്തിന് 10 ലക്ഷം രൂപയോളം എന്താണ് അതിന് വേണ്ടിയിട്ട് വരും. ഇനി ഒരു വർഷത്തിൽ ഒരു തവണ മാത്രം അവർ നാട്ടിൽ പോയി വരുന്ന സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം 4,20,000 അത്രയും രൂപയോളം എന്തുണ്ട് അവർക്ക് ചെലവുണ്ട്. ഇനി നിങ്ങളുടെ ഫസ്റ്റ് ഇയർ മിനിസ്ട്രി ചാർജ്, അതുപോലെ തന്നെ കോർഡിനേഷൻ ഫീ, മെമ്പർഷിപ്പ് ഫീ, ഏജൻസി ചാർജ് എന്നിവ കൂട്ടി, അതുപോലെ തന്നെ നിങ്ങളുടെ വിസ, ഇയർലി വരുന്ന വിസ കാര്യങ്ങൾ, മറ്റുള്ള അല്ലറ ചില്ലറ എക്സ്പെൻസുകളൊക്കെ നോക്കിയിട്ട് വരുന്ന സമയത്ത് നമ്മൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം 60 ലക്ഷം മുതൽ 65 ലക്ഷം രൂപയാണ് ഒരു കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പാരൻസിനെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. തീർച്ചയായിട്ടും ഈജിപ്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊക്കെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. പക്ഷേ നമ്മൾ ഈ ക്യാഷിന്റെ കാര്യം കൂടി നോക്കണം. എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോയിട്ട് മെഡിസിൻ പഠിക്കുന്നത്? പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ മാനേജ്മെന്റ് സീറ്റിന് അത്രയും കോസ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഈ ചില ഏജന്റുമാർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും കോസ്റ്റ് എന്നുള്ള കാര്യം അത് പറഞ്ഞു കൊടുക്കുന്നില്ല. ഏകദേശം $4000 ആണ് ഒരു സെമസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക.